നമസ്കാരം. പാൽ ഉറയൊഴിച്ച് എങ്ങനെയാണ് കട്ട തൈര് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് 10 മിനിറ്റ് ചെറു തീയിൽ നല്ലതായിട്ട് ഇളക്കിയെടുത്ത് വെള്ളം പറ്റിച്ചെടുത്ത പാലാണിത്. വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള പാൽ നന്നായിട്ട് വെള്ളമയം പറ്റിച്ചൊക്കെ എടുക്കണം തൈരുണ്ടാക്കാനായിട്ട്. ഇനി ഉറയൊഴിക്കാനായിട്ട് ഞാനൊരു ചെറിയ മൺകലമാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്ററിൻ്റെ പാത്രമാണ് ഇത്. മൺപാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് പാലിൻ്റെ വെള്ളമയമൊക്കെ അത് വലിച്ചെടുത്ത് തൈരിന് നല്ല തണുപ്പ് തന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കട്ട തൈര് ഒഴിക്കുന്നു. ഈ പാത്രത്തിലേക്ക് 1 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇതിനെ നന്നായിട്ട് പാത്രത്തിലൊക്കെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കുക. കൈകൊണ്ട് തന്നെ ഇളക്കി ഒന്ന് ചേർത്ത് പിടിപ്പിച്ചാൽ മതിയാകും. അപ്പം ആ പാലിൻ്റെ ലെവലിൽ ഞാൻ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചൂട് പാലിനെ ഒഴിക്കുകയാണ്. ചൂട് പാലെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിരലിട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളരുത്, അതുപോലെ വേണം. ഇങ്ങനെ വിരലിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ഇതിനെ ഈ പാലിനെ ഒഴിക്കുക. ഇതിനെ ഇളക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതിനെ ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ പുളിപ്പിക്കാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അടച്ചെടുത്ത് വെക്കുക. 10 മണിക്കൂർ നേരത്തേക്കെങ്കിലും വെക്കുക. പിന്നെ കട്ട തൈരായി കഴിയുമ്പോൾ പുളിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തവർ ഇതിനെ പുളിപ്പിക്കേണ്ട കാര്യമില്ല. തൈര് റെഡിയായി. നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. യൂട്യൂബ് ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാവരും ഫോളോ ചെയ്യണം. താങ്ക് യു.